ഹായ് ഫ്രണ്ട്സ്, സാൻഡോച്ചനാണേ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, വരുന്ന 2 വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ നിരത്തുകളിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ പോണ ഒരു മുതലാണ് കേട്ടോ ഇത്. അതായത് ഇപ്പം നിലവിലുള്ള ആപ്പ എല്ലാം റിപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു ഇലക്ട്രിക് സെഗ്മെൻറ്റിൽ ഇറങ്ങിയിരിക്കുന്ന ബജാജിൻ്റെ ഒരു ഇലക്ട്രിക് റിക്ഷയാണ് ഇത്. അപ്പോൾ നമ്മൾ ഈ വണ്ടി റിവ്യൂ ചെയ്യുന്നത് ഏകദേശം 3 മാസം യൂസ് ചെയ്തതിന് ശേഷമാണ്. 7000 കിലോമീറ്ററോളം നമ്മൾ ഓടിച്ചു നോക്കി. അത് വേറൊരിടത്തുമല്ല, അങ്ങ് ഇടുക്കി ജില്ലയിൽ മൗണ്ടൻ റേഞ്ചിലാണ് ഏകദേശം 7000 കിലോമീറ്റർ ഓടിച്ചത്. 15ഓളം പാസഞ്ചേഴ്സിനെ വെച്ചും 700 കിലോയോളം ഗുഡ്സും വെച്ചിട്ട് നമ്മളിത് ഓടിച്ചു നോക്കി. ഇതുവരെ ഈ വണ്ടി നിന്ന് പോയിട്ടില്ല, ഒരു ഹീറ്റപ്പോ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ വണ്ടി നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്ന് ഈ വണ്ടിയുടെ വിശേഷങ്ങളൊന്ന് നോക്കിയാലോ. ഇപ്പോൾ നമ്മൾ കയറി പോകുന്ന റൂട്ട് ഏതാണെന്നറിയോ? ബൈസൺ വാലിയിൽ നിന്ന് ഗ്യാപ്പ് റോഡിലേക്ക്. നല്ല ഹൈറ്റാണ്, പീക്കാണ്. അതായത് നോർമൽ കാറുമായിട്ട് പോയാൽ ഫസ്റ്റ് ഗിയറിൽ മാത്രം കയറി പോകേണ്ട ഒരു സ്ഥലമാണിത്. നമുക്കിന്ന് ഈ റൂട്ടിൽ നിന്ന് കയറി പോയി നോക്കാം. ഈ വാഹനത്തിൻ്റെ കപ്പാസിറ്റി എന്ന് വെച്ചാണ്ടല്ലോ, ഇതിന് വരുന്ന ബാറ്ററിയാണ് വൺ ഓഫ് ദ ഹൈലൈറ്റ്. 17.8 കിലോ വാട്ട്, ഏകദേശം 18 കിലോ വാട്ട് ബാറ്ററിയാണ്. അതിൻ്റെ വാറണ്ടി 5 വർഷമാണ്. 5 വർഷം വാറണ്ടി, അല്ലെങ്കിൽ 1.5 ലക്ഷം കിലോമീറ്റർ. പിന്നെ ഈ വണ്ടി 0 to 55 കിലോമീറ്റേഴ്സ് കയറാൻ വെറും 7 സെക്കൻഡ്സ് മതി. ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. 7 സെക്കൻഡ് കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് 0 to 55 കിലോമീറ്റേഴ്സ് സ്പീഡ് വരെ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. നല്ല ബാലൻസിങ് ആണ് റോഡിലും, നല്ല സ്റ്റേബിളാണ് കേട്ടോ ഓടിക്കാനും. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒട്ടുമുക്കിയ ആളുകളും ഏലകൃഷി ചെയ്യുന്നവരാണ്. ഏകദേശം 80% ആളുകളും ഏകദേശം ഒരു 1.5 ഏക്കറോളം ഏലത്തോട്ടം ഉള്ള ആളുകളാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കൂട്ടൊരു വാഹനം വളരെ യൂസ്ഫുള്ളാണ്. കാരണം ഈ വാഹനം നിങ്ങൾ ഇടുക്കിയിലെ ഏത് മുക്കിലും മൂലയിലാണെങ്കിലും നിങ്ങൾക്ക് ഈ വാഹനത്തിൽ സിംഗിൾ ചാർജിൽ എറണാകുളം പോയി വരാൻ പറ്റും. അതല്ല, നിങ്ങൾ തമിഴ്നാട് ബേസ് ചെയ്ത് ജീവിക്കുന്ന ആളാണെങ്കിൽ തേനി അല്ലെങ്കിൽ കമ്പം പോലുള്ള നിയർ ബൈ സിറ്റീസിൽ സിംഗിൾ ചാർജിൽ പോയി വരാൻ പറ്റും. പക്ഷേ ജസ്റ്റ് പോയി വരാമെന്ന് മാത്രമല്ല, അത്യാവശ്യം നല്ല ലോഡോട് കൂടി നമുക്ക് കയറി വരാൻ പറ്റും. അപ്പം ഏലകൃഷിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ, ഇത് പാസഞ്ചർ ആയിട്ട് ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഇത് നല്ല സ്പേസ് ഉണ്ട്. വീഡിയോ ക്ലോസ് കൊണ്ടു. ഇത് നല്ല സ്പേസ് ഉണ്ട്. ഉള്ളിൽ ഏകദേശം 800 കിലോയോളം കയറാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട് ഇതിന്. നമുക്ക് ഫസ്റ്റ് പാസഞ്ചർ ഇരിക്കുന്ന ആ ഒരു ഏരിയയിൽ ഏകദേശം ഒരു 200 കിലോയോളം സ്റ്റോക്ക് ചെയ്യാം. പിന്നെ ഈ സീറ്റ് ഇങ്ങനെ മറിച്ചും കിട്ടുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു പിക്കപ്പ് വാനിൻ്റെ സ്പേസ് ഉണ്ട് ഉള്ളിൽ. എന്ത് ലോഡ് വേണമെങ്കിലും നമുക്കിതിനകത്ത് കൊണ്ടുപോവുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഈ വാഹനം ഓട്ടോടിക്കൽ ഒരു പ്രൊഫഷണലായിട്ട് എടുത്തേക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കിത് ഭയങ്കര ഉപകാരമാണ്. നമ്പർ 1, നിങ്ങൾ ഓടിക്കുന്ന പൈസയ്ക്ക് ഉറപ്പായിട്ടും ബാലൻസ് നിലനിൽക്കും. കാരണം ഡീസൽ എക്സ്പെൻസ് ഇല്ല. ഒരു 50 പൈസ അല്ലെങ്കിൽ 75 പൈസ കൂടുതൽ 1 കിലോമീറ്റർ റൺ ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സ്പെൻസ് വരുന്നില്ല. രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ 87% ഏകദേശം വണ്ടിയുടെ ഓൺ ദി റോഡ് പ്രൈസിൽ നമുക്ക് ഫിനാൻസ് കിട്ടും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സൗണ്ട് പൊല്യൂഷൻ ഇല്ല, നോയിസ് പൊല്യൂഷൻ ഇല്ല, ജെർക്കിംഗ് ഇല്ല. വണ്ടി വളരെ സൈലൻ്റ് ആണ്. നമുക്ക് 300 കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 250 കിലോമീറ്ററോളം ഏകദേശം ഇടുക്കിയിൽ ഈ വാഹനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, നിങ്ങൾ സ്ഥിരമായിട്ട് ഓട്ടോ ഓടിക്കുന്ന ഒരാളാണെങ്കിൽ സ്വിച്ച് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. കാരണം നിങ്ങൾക്ക് ബാലൻസ് കീപ്പ് ചെയ്യണമെങ്കിൽ ഇലക്ട്രിക്കിലേക്ക് മാറുക നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ വണ്ടി എടുത്തപ്പോൾ ഇതിൻ്റെ ഏകദേശം ഓൺ ദ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 4,95,000 രൂപയായിരുന്നേ. 85% ഏകദേശം റോഡ് ഫിനാൻസും കിട്ടും. പിന്നെ വേറെ അഡീഷണൽ എക്സ്പെൻസ് ഒന്നുമില്ല. പ്രൈവറ്റ് ആയിട്ട് എടുത്താലും ടാക്സി ആയിട്ട് എടുത്താലും 4,95,000 രൂപ. 2 മാസം വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. ഇപ്പം ചേഞ്ച് ആയിട്ടോ. ഇപ്പം 4,000 രൂപ കൂടിയിട്ടുണ്ട്. 4,99,000 രൂപയായി വണ്ടി വില. പ്ലസ് വെയിറ്റിംഗ് പീരീഡ് ഏകദേശം 2.5 മാസത്തോളം വെയിറ്റിംഗ് പീരീഡും ഉണ്ട്. പക്ഷേ ഫ്രണ്ട്സ്, ഈ സാധനം എടുക്കുവാണെങ്കിൽ മുതലാണ്. കാരണം നമുക്ക് ഓട്ടോ ഓടിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ നല്ല ബാലൻസ് പിടിക്കാൻ പറ്റും. കാരണം EV ഈസ് ഗോയിങ് ടു ബി ദ ഫ്യൂച്ചർ. അപ്പം നമ്മുടെ ഇന്ത്യൻ നിരത്തുകളിൽ ഏറ്റവും അധികം 2 വർഷത്തിനുള്ളിൽ കാണാൻ പോകുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും ഇതെടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്തോ. കാരണം ഇറ്റ്സ് ഗോയിങ് ടു ബി ദ ഫ്യൂച്ചർ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക്